മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന നിലയിൽ നാം ഏറെ ആദരിക്കുന്നുണ്ട്. അധികാരമോഹങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയുടെ യശസ്സിന് വേണ്ടി പ്രവർത്തിച്ച മഹാനേതാവാണ് അദ്ദേഹം. എന്നാൽ പെരുമ്പഴൂർ സ്കൂളിന് സമീപത്തെ ചില സാമൂഹ്യ വിരുദ്ധർക്ക് ഇക്കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധി പ്രതിമ തച്ചുടച്ചാണ് അവർ തങ്ങളുടെ സാമൂഹിക വീര്യം ഉയർത്തിക്കാട്ടിയത്. സാമൂഹ്യ വിരുദ്ധരുടെ പരാക്രമം ഗാന്ധിജിയോടും. പെരുമ്പഴൂർ ഗവൺമെൻറ് സ്കൂളിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞെത്തിയ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കാഴ്ചയുടെ പൂരമായിരുന്നു. സ്കൂൾ അങ്കണത്തിലെ ഗാന്ധി പ്രതിമ അടിച്ചു തകർത്തിരിക്കുന്നു. കലിയടങ്ങാത്ത കാപാലികർ ഓടുപൊളിച്ച് അധ്യാപകരുടെ റൂമിലേക്ക് കടന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറും റെക്കോർഡുകളും നശിപ്പിച്ച ശേഷം ഫർണിച്ചറുകൾ തല്ലിത്തകർത്തു. ചുവരുകളിൽ അശ്ലീലമെഴുതി വെച്ചതിനു ശേഷം മൂത്രവിസർജനം ചെയ്യാനും ഇവർ മറന്നില്ല. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന അധ്യാപകർക്ക് ഇത് താങ്ങുന്നതിലും അപ്പുറമായി. 6 മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ ലാപ്ടോപ്പും ഡിജിറ്റൽ ക്യാമറയും നഷ്ടപ്പെട്ടിരുന്നു. പൂട്ടിവെച്ചിട്ടാണ് പോകാറുള്ളത്. അതെല്ലാം തന്നെ വലിച്ചു വാരി പുറത്തിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. കതക് അതേപോലെ തന്നെ ഓട് പൊളിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പൂട്ടി തന്നെയാണ് കിടക്കുന്നത്. ഇതിനു മുമ്പ് ഓഫീസ് റൂമിൽ ഒരു മോഷണം നടന്നു. കഴിഞ്ഞ നവംബർ മാസമായിരുന്നു. അന്ന് ഞാൻ രാവിലെ ഓഫീസിലേക്ക് തുറക്കാനായിട്ട് ഞാൻ തന്നെയായിരുന്നു രാവിലെ എത്തിയത്. ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. വന്ന് നോക്കുമ്പോൾ തന്നെ കതകിലെ പൂട്ട് പൊട്ടിച്ച് വരാന്തയിൽ കിടക്കുകയും കണ്ട ഉടനെ തന്നെ ഞാൻ PTA പ്രസിഡൻറ്റിനെ അറിയിക്കുകയും പ്രസിഡൻറ്റും PTA അംഗങ്ങളെല്ലാം തന്നെ എത്തുകയും അവരുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതും ഇന്നലെ വന്നതിന് ശേഷം പോലീസിൽ അറിയിച്ചു. അവരൊരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഉടൻ തന്നെ DO തലത്തിൽ സാറിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. DO എന്ത് കാരണമാണെന്നറിയില്ല. കാരണം കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ പല പ്രാവശ്യമായിട്ട് സ്കൂളിലെ സാധനങ്ങളെല്ലാം മിക്കവാറും നശിപ്പിക്കാറുണ്ട്. പഠിച്ചിറങ്ങിയ കുട്ടികൾക്കൊരു പങ്കുണ്ട്. അധ്യാപകർ നേരത്തെ എല്ലാം തന്നെ നേരത്തെയും ചെറിയ തരത്തിൽ സ്റ്റാഫ് റൂമിനെതിരെ ചെയ്യാറുണ്ട്. 1-2 അധ്യാപകരുടെ മേശയെല്ലാം നശിപ്പിക്കുക, ഇതേപോലെ പൂട്ടെല്ലാം ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ അവരത് കുട്ടികളല്ലേ, നമ്മുടെ മക്കളല്ലേ എന്ന് കരുതിയിട്ട് അവരത് ക്ഷമിച്ചിട്ട് ക്ലാസ്സുകളിൽ പോയി വളരെയധികം നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന അധ്യാപകരാണ്. ആക്രമണത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പങ്കുള്ളതായി PTA പ്രസിഡന്റ് പറഞ്ഞു. കൂടാതെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും നല്ല സ്കൂളിനുള്ള അംഗീകാരം ലഭിച്ചതിലുള്ള വൈര്യവും ഇതിന് പിന്നിലുണ്ടാവാമെന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ നോക്കിയപ്പോഴും തല കാണാനില്ല. തല നോക്കിയപ്പോഴും വോട്ടിൻ്റെ വരിയിരുന്നു. നേരെ വേറെന്ത് സംഭവിച്ചു, നമ്മൾ സ്റ്റാഫ് റൂമിൽ കറങ്ങി നോക്കിയപ്പോഴും ലേഡീസ് സ്റ്റാഫിൻ്റെ റൂം വളരെ മോശമായ രീതിയിൽ ചെമ്മലിൽ മോശമായ രീതിയിൽ ചീത്ത എഴുതി വയ്ക്കുകയും അതുപോലെ സ്റ്റാഫുകളെ മേശകൾ തുറന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്, അതുവരെ വാരി തൂരേറുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണ് കണ്ടത്. ഓടൊക്കെ പൊളിച്ചാണ് അത് തുടങ്ങിയിട്ടുള്ളത്. സംഭവം ഇവിടുത്തെ ഈ സ്കൂള് ഇപ്പോൾ നല്ലൊരു നിലവാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ PTAയും ഇവിടുത്തെ അധ്യാപകരെ മോശമായി പറയാൻ വേണ്ടി ഇവിടുത്തെ സാമൂഹിക വിരുദ്ധർ മനഃപൂർവ്വം ചെയ്തതാണ് ഈ സംഭവം. പ്രത്യേകിച്ച് ടീച്ചർമാരുടെ സ്റ്റാഫ് റൂമിലായതുകൊണ്ട് മനഃപൂർവ്വം ഈ ടീച്ചർമാരെ മോശപ്പെടുത്തി പറയുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അത് ഇവിടുത്തെ സാമൂഹിക വിരുദ്ധന്മാർ. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സ്ഥലം സന്ദർശിക്കുകയും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പെരുമ്പഴൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പെരുമ്പഴൂരിൽ സംഘടിപ്പിച്ചു. എന്തുതന്നെയായാലും സർക്കാർ സ്കൂളുകൾ നാട്ടിൽ വളരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാമും ജീവിക്കുന്നത്. ആഴ്ചവട്ടം, നെയ്യാറ്റിൻകര.